അസ്സാം വലൈക്കും. ഇവിടെ ഒരു കുറിപ്പ് കണ്ടു. അതായത് സയ്യിദ് മൗദൂദിയും സയ്യിദ് കുത്തുബൊക്കെ പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ആധുനിക ഭൗതിക വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായിട്ടുള്ള ഒരു പക്ഷേ റാഷിദുൽ ഗനൂഷിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ അവരൊക്കെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയൊക്കെ അംഗീകരിക്കുന്നു. അപ്പോൾ പിന്നെ മൗദൂദിയും സയ്യിദ് കുത്തുബൊക്കെ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയും ഇഖ്വാനൊക്കെ ഒഴിവാക്കി എന്നൊക്കെയാണ് ആ കുറിപ്പിലുള്ളത്. അതിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ റാഷിദുൽ ഗനൂഷി മാത്രമൊന്നുമല്ല, ഒരുപക്ഷെ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സയ്യിദ് കുത്തുബിൻ്റെയോ അല്ലെങ്കിൽ മൗദൂദിയുടെയോ അല്ലെങ്കിൽ ഹസ്നുൽ ബന്നയുടെയൊക്കെ രചനകൾ വായിച്ച് പഠിച്ച് രൂപപ്പെട്ട പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ വിദ്യാർത്ഥി, അതിൻ്റെ തലമുറകൾ എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. അബ്ദുൽ ഹക്ക് അൻസാരിയെ പോലെ, അലി ഫضل റഹ്മാൻ ഫരീദിയെ പോലെ, അല്ലെങ്കിൽ ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖിയെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അതിൽ ഡോക്ടർ യൂസുഫുൽ ഖർളാവി, അതല്ലെങ്കിൽ ഡോക്ടർ താരിഖ് റമളാൻ, അല്ലെങ്കിൽ ഡോക്ടർ അബ്ദുൽ കരീം സെയ്ദാൻ, ഇങ്ങനെ തുടങ്ങുന്ന ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഒരുപക്ഷെ ഇനിയും അതിനേക്കാളേറെ ഈജിപ്തിലെയും തുർക്കിയിലെയൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. റാഷിദുൽ ഗനൂഷി മാത്രമൊന്നുമല്ല. അപ്പോൾ റാഷിദുൽ ഗനൂഷി പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം തന്നെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അഥവാ സയ്യിദ് കുത്തുബിൻ്റെയും മൗദൂദിയുടെയും ഒക്കെ പ്രസ്ഥാനങ്ങൾ, അവരൊക്കെ രൂപീകരിച്ച പ്രസ്ഥാനങ്ങൾ തന്നെയും എല്ലാം തന്നെ ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമിക ചരിത്രത്തിലും 1910 അത് 1910, 20 കാലയളവുകളിൽ ജീവിച്ച പണ്ഡിതന്മാർ, ജനിച്ചവരും ജീവിച്ചവരുമായ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദിയും സയ്യിദ് കുത്തുബും ഹസ്നുൽ ബന്നയൊക്കെ. അപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ ആ ഒരു നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിലും സാമൂഹിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അത് 2020, 2020 ആകുമ്പോൾ ഒരു നൂറ്റാണ്ട് പിന്നോട്ട് പോയി. അപ്പോൾ ഒരു നൂറ്റാണ്ട് മാറുമ്പോൾ കാലഘട്ടത്തിന് ഇസ്ലാമിൻ്റെ നിയമം തന്നെ ഫിഖ്ഹ്, അത് ഇസ്ലാമിൽ 2 പ്രമാണമുണ്ട്. ഒന്ന് നുസൂസുകൾ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ, ഖുർആനും സുന്നത്തും. മറ്റൊന്ന് ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ലോകം. അപ്പോൾ ഖുർആനും സുന്നത്തും നിലനിൽക്കുന്ന ലോകവും, ഇത് രണ്ടും നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് കാര്യങ്ങൾക്ക് നമുക്ക് കുറെ കൂടി തിരിച്ചറിവുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഇന്നിപ്പോൾ മൗദൂദിനെയും സയ്യിദ് കുത്തുബിനെയൊക്കെ പറഞ്ഞത് ഇപ്പോൾ സാക്ഷാൽ മദ്ഹബിൻ്റെ പണ്ഡിതന്മാർ. ഇപ്പം ഇമാം അബൂ ഹനീഫയാണ് ലോകത്തെ ഏറ്റവും വലിയ മദ്ഹബ്. പക്ഷെ ഇന്ന് ഹനഫി മദ്ഹബ് എന്ന പേരിൽ പറയുന്ന അഭിപ്രായങ്ങൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞ അഭിപ്രായമാണെന്ന് വിചാരിച്ചാൽ, ഇമാം അബൂ ഹനീഫ പറഞ്ഞതിനേക്കാളേറെ ആ മദ്ഹബിൽ കൂടുതൽ പറയപ്പെട്ടിട്ടുള്ളത് ഇമാം അബൂ യൂസുഫിൻ്റെയും ഇമാം മുഹമ്മദ് ഹസൻ ഷെയ്ബാനിയുടെ അഭിപ്രായമാണ്. അതിന് ശേഷമുള്ള ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയതെല്ലാം ചേർത്ത്, അല്ല ഇമാം അബൂ ഹനീഫ പറഞ്ഞ് മാത്രമല്ല ഹനഫി മദ്ഹബ്, ഇമാം അബൂ ഹനീഫ അതിന് ചില അടിസ്ഥാനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളും വിശദീകരണങ്ങളും പിൽക്കാലഘട്ട ഹനഫി മദ്ഹബിൽ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് ഹനഫി മദ്ഹബ് എന്ന് പറയുക. അപ്പോൾ ഹനഫി മദ്ഹബ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായം മാത്രമല്ല, അല്ല ഇമാം അബൂ യൂസുഫിൻ്റെയും ഇമാം മുഹമ്മദ് ഹസൻ്റെ അഭിപ്രായമാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തെക്കാളേറെ ഹനഫി മദ്ഹബിലുള്ളത്. അപ്പോൾ എന്ന് മാത്രം അതൊക്കെ മദ്ഹബിൻ്റെ വിശാലതയുടെ ഭാഗമായിട്ട് ധാരാളം അഭിപ്രായങ്ങൾ ആ മദ്ഹബിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇമാം ഷാഫി മദ് ഇമാം മുഹമ്മദ് ഇദ്രിസ് ഷാഫിഈ പറഞ്ഞ അഭിപ്രായമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഉസൂലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു റിസാലയുണ്ട്, അത് ഒരു ബേസാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ട് എത്രയോ ഇമാം നവവിയുടെ അഭിപ്രായം, എത്രയോ വിഷയങ്ങൾ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ വ്യത്യസ്തമായി ഇമാം നവവി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്ൻ ഹജർ ഹൈത്തമി പറഞ്ഞിട്ടുണ്ട്, സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിയുടെ അഭിപ്രായങ്ങളല്ല, ഇമാം ഷാഫിയുടെ ചില അഭിപ്രായങ്ങൾ, ചില അടിസ്ഥാനങ്ങൾ, അതിൽ വെച്ചുകൊണ്ട് ഒരുപാട് അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇമാം ഷാഫിയുടെ തന്നെ, ഇമാം നവവിയുടെ മിൻഹാജൊക്കെ വായിക്കുമ്പോൾ തന്നെ ആ ഗ്രന്ഥം വായിക്കണമെങ്കിൽ തന്നെ ഒരുപാട് അഷ്ഹൂർ അല്ലെങ്കിൽ അൽഹർ അല്ലെങ്കിൽ അസഹ് സഹീഹ്, ഇതൊക്കെ ഓരോ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കാണ് ഇങ്ങനെ ഓരോ പ്രയോഗം തന്നെ നടത്തുന്നത്. ആ ഫിഖ്ഹിൻ്റെ പുസ്തകം വായിക്കുന്നത് തന്നെയും ഇത്തരത്തിൽ മദ്ഹബിൻ്റെയും വ്യത്യസ്ത ചിന്താധാരകളുടെ അഭിപ്രായങ്ങൾ വെച്ചെങ്കിലാണ് ഷാഫി മദ്ഹബ് പഠിക്കുള്ളൂ. ജദീദും ഖദീമും അഭിപ്രായം ഉണ്ട്, ജദീദും ഖദീമും അഭിപ്രായം ഇമാം ഷാഫിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മദ്ഹബുകളുടെ ചരിത്രം. ഇതുപോലെ ജമാഅത്ത് ഇസ്ലാമി മൗലാന മൗദൂദിയും സയ്യിദ് കുത്തുബും ഒക്കെ യഥാർത്ഥത്തിൽ അവരൊന്നും പരസ്പരം കണ്ടിട്ടില്ല, അവർ കേട്ടിട്ടില്ല. അവരങ്ങനെ ആ അവർ ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങൾ ജീവിച്ചിരുന്ന ആളുകളാണ്. ഇവർ തമ്മിൽ അങ്ങനെ നേർക്കൊരു ബന്ധം പോലും ഇല്ല. പക്ഷേ 1910, 20, 30 കാലയളവുകളിൽ ജീവിച്ചിരുന്നവർ, അത് അന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ പറയുകയും എഴുതുകയും ചെയ്ത കാര്യങ്ങൾ. അതിൽ നിന്നും ഇന്നുണ്ടായ വികാസവും മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമിയിലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുള്ളത്.
അങ്ങനെയുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ അന്ന് പറഞ്ഞ് ഇന്ന് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളെ ഈ പറയുന്ന വിമർശകരെ സലഫി സുഹൃത്തുക്കൾ സംഭവിച്ചത്. സാധാരണ ഇപ്പോൾ നമ്മൾ സലഫി സുഹൃത്തുക്കൾക്ക് അങ്ങനെ മറുപടി ഒന്നും പറയാറ് തന്നെയില്ല. കാരണം അവരേതൊക്കെ കോലത്തിലും ചെല്ലിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ അതാണ് എൻ്റെ ബേസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഡോക്ടർ അനീസുദ്ദീൻ അഹ്മദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഒരു പുസ്തകം IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഏതു മാർഗം എന്നാ. ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, കഴിഞ്ഞ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടുകളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്തെമ്പാടും വളർന്നു വന്ന 10, 17, 18 ദർശനങ്ങളെക്കുറിച്ച് ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിസം മുതൽ മാർക്സിസം വരെയുള്ള സോഷ്യലിസം, കമ്മ്യൂണിസം, മെറ്റീരിയലിസം, സെക്യുലറിസം, ജനാധിപത്യം, ഫ്രോയിഡിസം, ഇങ്ങനെ തുടങ്ങുന്ന ഭൗതിക നിരീശ്വര പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഈ ഭൗതിക നിരീശ്വര പ്രസ്ഥാനങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നതിനെയും ദൈവം, മതം, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, ഇതൊന്നും മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ, രാഷ്ട്രീയ ജീവിതത്തെ, ഭരണ ജീവിതത്തെ സ്വാധീനിക്കാൻ പാടില്ല. അത് വെറും പള്ളിയിൽ ഒതുങ്ങണം, ചർച്ചിൽ ഒതുങ്ങണം, അമ്പലത്തിൽ ഒതുങ്ങണം, പൂജകളും വഴിപാടും ഉത്സവങ്ങളുമായിട്ട് ഒതുങ്ങണം. സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മതം സ്വാധീനിക്കരുത്. ഇതാണ് ആധുനിക ഭൗതിക ദർശനങ്ങളുടെ അടിത്തറ. അപ്പോൾ ഈ അടിത്തറ വെച്ചുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ അതിശക്തമായി ഏറ്റുമുട്ടിക്കൊണ്ട്, ഇതിനോടാണ് യഥാർത്ഥത്തിൽ സെയ്ദ് മൗദൂദിയും സെയ്ദ് ഖുത്ബും ഹസൻ ബന്നയൊക്കെ ധീരമായി സമരം ചെയ്തത് പോലും മതത്തെ. യഥാർത്ഥത്തിൽ ഈ യുദ്ധം നടക്കുന്നത് മുസ്ലിം നാടുകളല്ല, യൂറോപ്യൻ നാടുകളില്ല. അവിടെ 10-ാം 11-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ അവിടെ നിലനിന്നിരുന്ന പെപ്പൽ സ്റ്റേറ്റ്, ഈ പോപ്പുമാർ രാജ്യം ഭരിക്കുകയും അവർ ജനങ്ങളെയും ശാസ്ത്രത്തെയും തത്വശാസ്ത്രത്തെയും അടിച്ചമർത്തിയപ്പോൾ അവിടെ ആ മതത്തിന് രൂപപ്പെട്ട. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ പോപ്പിസത്തിനെതിരിൽ അവിടെ ഈ പോപ്പിസത്തിൻ്റെ മതത്തേക്കാൾ നല്ലത് ജനങ്ങളുടെ ഭരണം മതി. അതാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ്. ഈ പോപ്പുമാരുടെ മതം സാമൂഹികത്തിൽ വരേണ്ടതില്ല. അതാണ് പാശ്ചാത്യൻ സെക്യുലറിസത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പാശ്ചാത്യൻ ജനാധിപത്യവും പാശ്ചാത്യൻ സെക്യുലറിസവും ഒക്കെ ബേസ് ഇതാണ്. ഈ പശ്ചാത്തലത്തിൽ മൗലാന മൗദൂദിയൊക്കെ ഈ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സോഷ്യലിസത്തെയും ദേശീയത്വം പോലുള്ള ആധുനിക ദർശനങ്ങളെ വിമർശിച്ചത് അന്നൊരു പക്ഷേ ലോകത്ത് ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അതേ സമയത്ത് ഇത്തരം ദർശനങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് മെറിറ്റ്സുകളുണ്ട്. ഡീമെറിറ്റ്സ് മാത്രമല്ല, ഡീമെറിറ്റ്സിനെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഈ ജനാധിപത്യത്തെ താരതമ്യം ചെയ്തത് ഇസ്ലാമുമായിട്ടാണ്. അല്ലാതെ ജനാധിപത്യം രാജാധിപത്യവും, ജനാധിപത്യവും ഏകാധിപത്യവും, ജനാധിപത്യവും പട്ടാളാധിപത്യവും, ജനാധിപത്യവും ഇസ്ലാമും, ഇങ്ങനെയുള്ള താരതമ്യത്തിൽ ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ താരതമ്യത്തിലാണ് ജനാധിപത്യത്തിലെ ഡീമെറിറ്റ്സ് മൗദൂദി പറയുന്നത്. അല്ലാതെ ജനാധിപത്യവും രാജാധിപത്യവും തമ്മിലുള്ള ചർച്ചയിലല്ല. അല്ലെ ജനാധിപത്യവും ഏകാധിപത്യവും, ജനാധിപത്യവും പാരമ്പര്യാധിപത്യവും, ജനാധിപത്യവും പുരോഹിതാധിപത്യവും, ഇത് തമ്മിൽ താരതമ്യം ചെയ്യാൻ ജനാധിപത്യത്തിൽ ഒരുപാട് മെറിറ്റ് ഉണ്ട്. പക്ഷെ ആ മെറിറ്റുള്ള ജനാധിപത്യം അതേസമയം രാഷ്ട്രീയമായ പൂർണ്ണ നന്മയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ജനാധിപത്യം ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഡീമെറിറ്റ്സ് ഇല്ലാത്തൊരു വ്യവസ്ഥ ഇസ്ലാം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഏതൊരു വ്യവസ്ഥതയുടെ നന്മ, ഇപ്പം മതേതരത്വം എന്ന് പറയുന്നത് നേരത്തെയുള്ള പുരോഹിതന്മാർ ഭരിച്ചിരുന്ന മതത്തേക്കാൾ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള മതേതരത്വത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ മതേതരത്വം ഇസ്ലാമുമായി താരതമ്യം ചെയ്യുമ്പോഴോ അവിടെയാണ് പ്രശ്നം. ആ മതേതരത്വത്തെ ഷോവനിസമായിട്ടോ പുരോഹിത ഭരണമായിട്ടോ താരതമ്യം ചെയ്യേണ്ടത്. ആ മതത്തിൽ ഇസ്ലാമുമായി താരതമ്യം ചെയ്തത് അതാണ് മൗദൂദി ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെ ഗാന്ധിജി, അല്ലെങ്കിൽ നെഹ്റു, അല്ലെങ്കിൽ എന്താ പറയുക, അതുപോലെ പിന്നെ അതുപോലുള്ള നവോത്ഥാന നായകന്മാരെ പറ്റി നമ്മൾ പറയാം, രാജാറാം മോഹൻ റോയ്, അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ, ഇവർക്ക് ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരാന്ന് പറയും. പക്ഷേ സ്വാമി വിവേകാനന്ദനും ഗാന്ധിജി, നെഹ്റു ഒക്കെ പറഞ്ഞതാണ് സാക്ഷാൽ പരമസത്യമാണെന്ന് ചോദിച്ചാലോ, അവർ പറഞ്ഞാൽ ശരിയായ സത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം അല്ല. ഗാന്ധിജിയും നെഹ്റുവും അതല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞത് ചില നന്മകളും ചില ശരികളുണ്ടാകാം. പക്ഷേ അവരും പറഞ്ഞ അബദ്ധമാണ്. അവർക്ക് ഒരുപാട് പിഴവുകളുണ്ട്. ശരിയായ ശരി യഥാർത്ഥ ഖുർആനും സുന്നത്തുമാണ്. അള്ളാഹുവും പ്രവാചകനും പറഞ്ഞാൽ ഗാന്ധിജിയോ നെഹ്റുവോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രാജാറാം മോഹനോ സ്വാമി വിവേകാനന്ദ പറഞ്ഞത് ശരിയല്ല. അല്ലെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാരാണ് ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ അയ്യങ്കാളി, അല്ലെങ്കിൽ വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ എന്നൊക്കെ പറയാറുണ്ട് സാധാരണ കേരള നവോത്ഥാന ചരിത്രം പറയുമ്പോൾ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ പറഞ്ഞതാണ് ശരി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം അവർ നേരത്തെ ഇവിടെ സവർണാധിപത്യത്തെക്കുറിച്ചും മനുസ്മൃതിയെക്കുറിച്ചും അതുപോലെ ബ്രാഹ്മണ്യത്തെക്കുറിച്ചും ഒക്കെ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ അവർ പറഞ്ഞതാണോ ഖുർആനും സുന്നത്തിനും പറഞ്ഞാണ് ശരി നമ്മൾ എന്താ പറയുക? അപ്പോൾ ഖുർആനും സുന്നത്തിനും പറഞ്ഞാൽ ശരി, അപ്പോൾ അയ്യങ്കാളി പറഞ്ഞതിന്റെ കുറവെന്താ, നാരായണ ഗുരു പറഞ്ഞതിന്റെ കുറവെന്താ, ഇവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ദൗർബല്യം എന്താ എന്ന രീതി ചർച്ച ചെയ്യും. ആ അർത്ഥത്തിൽ ആധുനിക ഭൗതിക ദർശനങ്ങൾ വലിയ വിപ്ലവമാണെന്നും വലിയ പുരോഗതിയാണെന്നും വലിയ ആധുനികമാണെന്നും വലിയ ശാസ്ത്രീയമാണെന്നും പെരുമ്പറയടിച്ച് നടന്ന കാലഘട്ടത്തിൽ ആധുനിക ഭൗതിക ദർശനങ്ങളുടെ ഡീമെറിറ്റ്സ്
ഹദീസുകൾ പറയുക എന്നതാണ് മൗലാന മൗദൂദി ചെയ്തത്. അതിലൂടെയാണ് ആധുനികതയിൽ അടിമപ്പെട്ട ആധുനിക ഭൗതിക ദർശനങ്ങളിൽ വലിയ ആകൃഷ്ടരായ ഒരുപാട് യുവാക്കളെ, ഒരുപാട് തലമുറകളെ ഈ ഭൗതികത ദർശനങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് ഇസ്ലാമിൽ കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ മൗലാന മൗദൂദിക്കും സയ്യിദ് ഖുത്ബിക്കും ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സാധിച്ചു. ഇതാണ് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഈ ആധുനിക ഭൗതിക ദർശനങ്ങൾക്ക് അതിൻ്റെ ഡീമെറിറ്റ്സ് ആണ് മൗലാന മൗദൂദിയും സയ്യിദ് ഖുത്ബും ഹസ്നുൽ ബന്നയുമൊക്കെ പ്രഥമ ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. കാരണം അത് ഇസ്ലാമുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവുന്ന ഭാഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ അത് പ്രചരിപ്പിച്ചത്, പറഞ്ഞത്. പക്ഷേ ഈ ദർശനങ്ങൾക്ക് ചില പോസിറ്റീവായ വശങ്ങളുമുണ്ട്. ഉദാഹരണം ഇപ്പോൾ ജനാധിപത്യത്തിൽ ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയാത്ത ദൈവിക നിയമങ്ങൾക്ക് വിരുദ്ധമായി മനുഷ്യർക്ക് നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ടോ? ഇതാണ് ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്ന ഭാഗം. അതേസമയം ജനാധിപത്യത്തിൽ കുറേ മെറിറ്റ്സ് ഉണ്ട്. അതെന്താണ്? ആശയപ്രബോധനം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഭരണകൂടങ്ങളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് രാഷ്ട്രീയ മൂല്യങ്ങൾ ജനാധിപത്യത്തിനുണ്ട്. ഈ മൂല്യങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിനുണ്ട് എന്നതുകൊണ്ടല്ല നമ്മൾ അംഗീകരിക്കുന്നത്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിലും ഇതേ ജനാധിപത്യ മൂല്യങ്ങളുണ്ട് എന്നുള്ള, ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളായ ഇത്തരം നന്മകൾ ജനാധിപത്യത്തിലുള്ളത് കൊണ്ട് തന്നെ അത്തരം മൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ആധുനിക ഇസ്ലാമിക് പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കാണുന്ന സാക്ഷാൽ മൗദൂദി അടക്കം ഈ അദ്ദേഹത്തിൻ്റെ രചനകളിൽ വലിയ ശതമാനം രചനകൾ നടക്കുന്നത് 1920-കൾക്കും 1945-47-കൾക്ക് ഇടയിലുമാണ്. എന്ന് പറഞ്ഞാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന ലോകത്ത് മുസ്ലിം നാടുകളെല്ലാം ബ്രിട്ടൻ്റെയും ഫ്രാൻസിനൊക്കെ കോളനികളായി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കൊളോണിയൽ ആദർശങ്ങളോടും കൊളോണിയൽ അധിനിവേശവും നിലനിന്ന കാലഘട്ടത്തിലാണ് മൗലാന മൗദൂദിയുടെ കൃതികളിൽ മഹാഭൂരിഭാഗം പ്രത്യേക ജനാധിപത്യ മതേതരത്വവുമായി ബന്ധപ്പെട്ട ഇത്തരം രചനകളെല്ലാം നടക്കുന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടുകയാണ് മുസ്ലിം നാടുകൾക്ക്, ഇന്ത്യ ഉൾപ്പെടെ മുഴുവൻ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി മിക്കവാറും രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബൊക്കെ വിമർശിച്ചിട്ടുള്ള ഈ ദർശനങ്ങളുടെ ബേസിലാണ് ലോകത്ത് അധികാരത്തിൽ വരുന്നത്. അഥവാ ആധുനിക ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ദേശീയത്വം എന്നൊക്കെ പറയുന്ന ഇത്തരം ദർശനങ്ങളുടെ അടിത്തറയിലാണ് ആധുനിക സിറ്റി സ്റ്റേറ്റുകൾ, ദേശരാഷ്ട്രങ്ങളെല്ലാം തന്നെ ലോകത്ത് രംഗത്ത് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത്തരം വ്യവസ്ഥകൾ കീഴിൽ, അത്തരം ആധുനിക ഭൗതിക വ്യവസ്ഥകൾക്ക് കീഴിൽ എങ്ങനെ പ്രവർത്തിക്കാം? അപ്പോൾ ആധുനിക ഭൗതിക വ്യവസ്ഥകളുടെ ചില മെറിറ്റുകളെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പം ജനാധിപത്യത്തെ പറ്റി വേണമെങ്കിൽ ഒരു തമാശ പോലെ പറയാം, അതൊരു വിചിത്ര പശുവാണ്. ഇപ്പം ഇന്ത്യയിൽ ജനാധിപത്യം ആലോചിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോൾ പ്രസവിച്ചിട്ടിരിക്കുന്നത് സംഘപരിവാറിനെയാണ്. ഇതിനു മുമ്പ് വർഷങ്ങളോളം ഇന്ത്യൻ ജനാധിപത്യം പ്രസവിച്ചിരുന്നത് കോൺഗ്രസിനെയായിരുന്നു. അതല്ല ഈ കേരളത്തിലെ ജനാധിപത്യം പ്രസവിച്ചിട്ടുള്ളത് CPM-നെയാണ്. തമിഴ്നാട്ടിലെ ജനാധിപത്യം പ്രസവിച്ചിട്ടുള്ളത് അണ്ണാ DMK-നെയാണ്. അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലെ ജനാധിപത്യം പലപ്പോഴും പ്രസവിക്കാറുള്ളത് തെലുങ്ക് ദേശത്തെയാണ്. അല്ലെങ്കിൽ ബംഗാളിലെ ജനാധിപത്യം പ്രസവിച്ചിട്ടുള്ളത് മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തെയാണ്, SP BSP. അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലേക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനാധിപത്യം പ്രസവിച്ചിട്ടുള്ളത് കോൺഗ്രസിനെയാണ്. അപ്പം ഇന്ത്യയിൽ തന്നെയും ജനാധിപത്യ വ്യവസ്ഥയിലൂടെ കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, സംഘപരിവാർ, കോൺഗ്രസ് എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം മുസ്ലിം നാടുകളിലും സ്വതന്ത്രമായ ജനാധിപത്യ വ്യവസ്ഥിതി വന്നതോടുകൂടി പല മുസ്ലിം നാടുകൾ, കാരണം മുസ്ലിം നാടിൽ പലതും ഏകാധിപത്യ നാടുകളാണ്, രാജാധിപത്യ നാടുകളാണ്. അവിടെ ഏകാധിപത്യം, രാജാധിപത്യം, ജനാധിപത്യം, ഇത് മൂന്ന് വ്യവസ്ഥയും താരതമ്യം ചെയ്യുമ്പോൾ ജനാധിപത്യത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ജനാധിപത്യ നന്മകൾ പറയുന്നു. അതാണ് ഇപ്പോൾ റാഷിദ് അലി ഗനൂഷിയുടെ രചനയിൽ കാണുന്നത്. അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫസലുൽ റഹ്മാൻ ഫരീദിയോ അല്ലെങ്കിൽ അബ്ദുൽ ഹക്ക് അൻസാരിയോ നേരത്തെ പറഞ്ഞ ആധുനിക ഇസ്ലാമിക രാഷ്ട്ര മീമാംസകരൊക്കെ ഊന്നുന്നത് ഏകാധിപത്യത്തോടും രാജാധിപത്യത്തോടും അല്ലെങ്കിൽ ഫാഷിസത്തോടും താരതമ്യം ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ നടപടിക്രമങ്ങളാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. എന്നാൽ അടുത്തൊരു ചർച്ചയുണ്ട്, ഈ ജനാധിപത്യവും ഇസ്ലാമും തമ്മിൽ താരതമ്യ ചർച്ചയിലോ അവിടെയും ഇസ്ലാമും ജനാധിപത്യവും വിയോജിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അപ്പം വിയോജിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ യോജിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ആധുനിക ജനാധിപത്യവും ഇസ്ലാമിക ജനാധിപത്യവും ഇസ്ലാമിൻ്റെ രാഷ്ട്രീയവും തമ്മിലുള്ളത് കൊണ്ട് ആ ഒരു ഭാഗത്തെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന രചനകളും ശൈലികളുമാണ് നിങ്ങൾക്ക് റാഷിദ് അൽ ഗനൂഷിൻ്റെ രചനയിലുള്ളത്. അപ്പം റാഷിദ് അൽ ഗനൂഷി ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ ടുണീഷ്യയിലാണ്. അവിടെ ഹബീബുർ റക്കീബിനെ പോലെ അല്ലെങ്കിൽ സൈനുൽ ആബിദീൻ ഇബ്നു അലിയെ പോലെ ഏകാധിപതികൾക്ക് ശേഷം അവിടെ
ജനാധിപത്യ വ്യവസ്ഥിതി വരികയാണ്. ആ ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് അവർ ഭരണപക്ഷം എന്ന അവസ്ഥ പ്രതിപക്ഷം എന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത ഏകാധിപത്യത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും നുഖത്തിന് കീഴിൽ നിന്നും ഈ ജനാധിപത്യം വിശാലമായൊരു ഫ്രെയിമിംഗിൽ അവർക്ക് അനുവദിക്കുന്നു. അപ്പം ഇവിടെ നിലനിൽക്കുന്ന ഇത്തരം വ്യവസ്ഥിതികളുടെ നന്മകൾ നമ്മൾ സ്മരിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ഒരു കാലഘട്ടത്തിൽ ഇതിന് മറുവശം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ആധുനിക ഭൗതിക ദർശനങ്ങൾ, ജനാധിപത്യവും മതേതരത്വവും ഒരുപക്ഷെ ഇവരെല്ലാം എല്ലാം തികഞ്ഞതും എല്ലാം നിറഞ്ഞതും ഇനി അങ്ങോട്ട് ഏറ്റവും നല്ല വ്യവസ്ഥിതി അതാണ്, അതുകൊണ്ട് മതങ്ങൾക്ക് പ്രസക്തിയില്ല, വിശ്വാസങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ആധുനിക ഭൗതിക ദർശനങ്ങളുടെ ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്ത ഒരു ഭാഗത്തെ വിമർശിച്ചത്. അതേസമയം ആ ഒരു ഭാഗം മാറ്റി നിർത്തിയാൽ ആ ജനാധിപത്യത്തിൽ കാണുന്ന മറ്റ് മനുഷ്യാവകാശ നിയമങ്ങൾ അത് ഇസ്ലാം കൂടി ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ് ആധുനിക ജനാധിപത്യത്തെ ഇപ്പോൾ ഒരു മതേതരത്വം പറയും. മതേതരത്വം യഥാർത്ഥത്തിൽ 2-3 തരം മതേതരത്വമുണ്ട്. ഒന്ന് പാശ്ചാത്യൻ മതേതരത്വമുണ്ട്, ഇന്ത്യൻ മതേതരത്വമുണ്ട്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ തന്നെ പാശ്ചാത്യൻ മതേതരത്വം നോൺ റിലീജിയസ്, മതനിരാസ. ഇന്ത്യൻ മതേതരത്വം മതനിഷ്പക്ഷത, മതനിരപേക്ഷത, എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം, തുല്യ സ്വാതന്ത്ര്യം. അതാണ് ഇന്ത്യൻ മതേതരത്വം. അതിനോട് യഥാർത്ഥത്തിൽ നമുക്ക് വിയോജിപ്പില്ല, അവിടെ ഒരുപാട് യോജിപ്പാണുള്ളത്. അതുകൊണ്ട് തന്നെ മതേതര ഇന്ത്യയാണ് വേണ്ടത് നമ്മൾ പറയും, അല്ലെങ്കിൽ ജനാധിപത്യ ഇന്ത്യയാണ് വേണ്ടത് നമ്മൾ പറയും. ജനാധിപത്യ ഇന്ത്യയാണ് വേണ്ടത് എന്ന് പറയാൻ കാരണം ഫാഷിസ ഇന്ത്യ അല്ല വേണ്ടത് എന്ന അർത്ഥത്തില, അല്ലെങ്കിൽ ജനാധിപത്യം വേണമെന്ന് അറബ് മുസ്ലിം നാട്ടിൽ പറയുന്നത് ഏകാധിപത്യം രാജാധിപത്യം വേണ്ട എന്ന അർത്ഥത്തില. എന്നാൽ ഈ ജനാധിപത്യം മാത്രം മതിയെന്ന് ചോദിച്ചാൽ അല്ല, ജനാധിപത്യത്തിന്റെ കൂട്ടത്തിൽ ഇസ്ലാമിക മൂല്യങ്ങൾ കൂടി വേണമെന്ന് പറയും. അപ്പം ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നന്മകളെയും പ്രബോധനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ റാഷിദുൽ ഗനൂഷിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചോളം സൂക്ഷ്മമായി പഠനം നടത്തുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെയ്ദ് അബുൽ അഅ്ല മൗദൂദിയോ സെയ്ദ് ഖുത്തുബിനെ പോലുള്ള പണ്ഡിതന്മാർ യഥാർത്ഥ രംഗത്ത് വരുമ്പോൾ അവർ കാണുന്നത് ലോകത്തുള്ള മുസ്ലിം സമൂഹം, മുസ്ലിം യുവാക്കൾ ഇസ്ലാം വിരുദ്ധമായ ഭൗതിക നിരീശ്വരമായ ദർശനങ്ങളെ അവർ പ്രതിനിധീകരിച്ചുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ജീവിക്കുകയാണ്. അത്തരം പശ്ചാത്തലങ്ങളിലാണ് മൗലാന മൗദൂദിയെ പോലുള്ള ആളുകളുടെ എഴുത്തുകളും രചനകളും ഉണ്ടാകുന്നത്. 1920 മുതൽ 1945, 1950 വരെയുള്ള കാലഘട്ടങ്ങളിലെ മൗദൂദി രചനകൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫോക്കസിലാണ്. അല്ലെങ്കിൽ സെയ്ദ് ഖുത്തുബിൻ്റെ രചനകളുള്ള ലോക മുസ്ലിം നാടുകളിൽ വരെയും യമൻ മുതൽ ഇന്തോനേഷ്യ വരെ, അല്ലെങ്കിൽ ആഫ്രിക്കൻ നാടുകൾ മുതൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള നാടുകളിലൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരീശ്വര നിർമ്മിത ചിന്താഗതികൾ വളരുകയും അതിലേക്ക് മുസ്ലിം യുവാക്കൾ കൂട്ടമായി ഒഴുകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ മൗദൂദിയുടെ സെയ്ദ് ഖുത്തുബിൻ്റെ രചനകളുള്ളത്. അതുകൊണ്ട് ആ രചനകളിൽ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു പാഠം, ആ പാഠത്ത് അന്ന് യുവാക്കൾ വിതയ്ക്കുകയാണ്. അവരുടെ കൈകളിൽ വിത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിൻ്റെ വിത്താണ്, മുതലാളിത്തത്തിൻ്റെ വിത്താണ്, പാശ്ചാത്യ ദർശനങ്ങളുടെ വിത്താണ് യഥാർത്ഥത്തിൽ അവർ ആ ഭൂമിയിൽ വിതയ്ക്കുന്നത്. അവർ നോക്കിയിട്ടാണ് മൗലാന മൗദൂദിയും സെയ്ദ് ഖുത്തുബൊക്കെ സംസാരിക്കുന്നത്. നിങ്ങളുടെ കൈകളിലെ വിത്ത് അത് വിതയ്ക്കുന്നത്, അതിന് കൃഷി, അതിൻ്റെ അപകടം. അപ്പോൾ സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, ദർശനങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, ആ വ്യവസ്ഥയിലെ അപകടങ്ങൾ, ഇത് മാത്രമാണ് കാര്യമായി മൗദൂദിയും സെയ്ദ് ഖുത്തുബൊക്കെ എഴുതിയിട്ടുള്ളത്. കാരണം അന്നത്തെ കോണ്ടെക്സ്റ്റ് അതാണ്. അതേ സമയത്ത് ഇപ്പോൾ ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് 2020 ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ 2015, 20 കാലഘട്ടങ്ങളിൽ റാഷിദുൽ ഗനൂഷിയോ അത് ഡോക്ടർ യൂസുഫ് അൽ ഖർലാവിയോ അതല്ലെങ്കിൽ താരിഖ് റമദാനോ അതല്ലെങ്കിൽ ഇപ്പോൾ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രമീമാംസകർ സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന മുസ്ലിം യുവാക്കൾ അവരുടെ കൈകളിലെ വിത്ത് എന്ന് പറയുന്നത് സോഷ്യലിസമോ കമ്മ്യൂണിസമോ മുതലാളിത്തോ പാശ്ചാത്യ ദർശനങ്ങളോ അല്ല, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ പണിയെടുക്കേണ്ട മണ്ണൊന്നും തന്നെയാണല്ലോ ഇവിടുത്തെ ഈ അന്നത്തെ ഭൂമികയിൽ വിതയ്ക്കുന്ന വിത്ത് പാശ്ചാത്യ ദർശനങ്ങളെ ഇന്ന് മുസ്ലിം യുവാക്കൾ ഇസ്ലാം എന്നൊരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥിതിയാണെന്നും കമ്മ്യൂണിസത്തെക്കാൾ മുതലാളിത്തത്തെക്കാൾ പാശ്ചാത്യ ദർശനങ്ങളെക്കാൾ മഹത്തായ ദർശനമാണ് ഇസ്ലാമെന്നും ഇസ്ലാം സമഗ്രവും സമ്പൂർണ്ണമായൊരു വ്യവസ്ഥയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാം എന്ന വ്യവസ്ഥിതിയെ ഈ ഭൂമിയിൽ എങ്ങനെ കൃഷി ചെയ്യാം മനസ്സിലാക്കേണ്ടത്. അന്ന് കമ്മ്യൂണിസം എന്ന വിത്ത് കൃഷി ചെയ്യുന്ന മുസ്ലിം യുവാക്കളെ നോക്കി മൗദൂദി സംസാരിക്കുന്നു. ഇന്ന് ഇസ്ലാം എന്ന് പറഞ്ഞ വിത്ത് എങ്ങനെ ഈ രാജ്യത്തും ഈ നാട്ടിലും മുസ്ലിം സമൂഹത്തിനിടയിൽ മാത്രമല്ല ഈ രാജ്യത്തെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ പോലും ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ നിന്നുകൊണ്ട് എങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താം, സാമൂഹിക രാഷ്ട്രീയ ഭരണ അധികാര മേഖല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇസ്ലാമിക ആശയങ്ങളെ എങ്ങനെ പ്രതിനിധീകരിക്കാം എന്നതാണ് ഇന്നത്തെ ചർച്ച.
തികച്ചും രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റാണ്, രണ്ട് സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ കാലഘട്ടത്തിലെ ജനാധിപത്യ മതേതര ആധുനിക വ്യവസ്ഥകളിലെ ഏതെല്ലാം പോസിറ്റീവ്, ഏതെല്ലാം രീതിയിൽ അവയെ ഇസ്ലാമിക സമൂഹത്തിനും ഇസ്ലാമിക മൂല്യങ്ങൾക്കും അനുയോജ്യമായി ഉപയോഗപ്പെടുത്താം, അപ്പോൾ പോസിറ്റീവായ ശൈലിയിലാണ് ഇപ്പോൾ സംസാരിക്കുക. അന്ന് ആ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് അടുക്കരുത് എന്ന രീതിയിൽ അപകടകരമായ അതിൽ നിന്ന് അകറ്റാനാണ് മൗദൂദി രചനകൾ, സെയ്ദ് ഖുത്ബിന്റെ പ്രയോഗങ്ങൾ ഉപകരിക്കുക. പക്ഷേ ഇന്നത്തെ പ്രയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഏതർത്ഥത്തിലെല്ലാം പുതിയ കാലഘട്ടത്തിൽ പുതിയ ലോകത്ത് ഇടപെടാം. അപ്പോൾ ഇടപെടാനുള്ള സാധ്യതകൾ, അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ആധുനിക വ്യവസ്ഥിതികളുടെയും പോസിറ്റീവായ വശങ്ങളിലാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ സംസാരിക്കുന്നത്. ഇത് രണ്ട് കോണ്ടെക്സ്റ്റാണ്. പിന്നെ എന്ന് മാത്രമല്ല, രണ്ടാമതായിട്ട് റാഷിദുൽ ഗനൂഷിയൊക്കെ പറയുന്ന വളരെ വളരെ പ്രമാദമായ കാഴ്ചപ്പാട്, നിങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച സാങ്കേതിക ശബ്ദങ്ങൾ, അങ്ങനെ ഇസ്തിലാഹത്തുകൾ, അത്തരം സാങ്കേതിക ശബ്ദങ്ങളിൽ നിങ്ങൾ ധാരാളമായി അഭിരമിക്കേണ്ടതില്ല. ആ സാങ്കേതിക ശബ്ദങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കുകയും ആ സാങ്കേതിക ശബ്ദങ്ങളുടെ ഉള്ളടക്കം, അതിന് ആശയങ്ങൾ പുതിയ സാമൂഹിക രാഷ്ട്രീയ ഭാഷയിൽ, കാരണം അന്ന് ഉപയോഗിച്ച പല സാങ്കേതിക ഭാഷകളും മുസ്ലിം സമൂഹത്തെ, മുസ്ലിം യുവാക്കളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാ, പഠിപ്പിക്കാനാ. ഉദാഹരണത്തിന് ഇഖാമത്തുദ്ദീൻ, അല്ലെങ്കിൽ ഹുക്കുമത്തെ ഇലാഹി, അല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്ത്, അല്ലെങ്കിൽ ഖിലാഫത്തിന് തിരിച്ചുവരവ്, ഇങ്ങനെ തുടങ്ങുന്ന ഇസ്ലാമിക രാഷ്ട്രീയം, ഇഖാമത്ത്, ഇങ്ങനെ തുടങ്ങുന്ന ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ പദങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ മറുവശത്ത് ജാഹിലിയത്ത്, താഹൂത്ത് എന്നൊക്കെ തുടങ്ങുന്ന വിധത്തിലുള്ള പദാവലികളിലൂടെയാണ് മുസ്ലിം സമൂഹത്തെ അന്നത്തെ അനിസ്ലാമിക ദർശനങ്ങളുടെ അപകടങ്ങളും ഇസ്ലാമിക ദർശനങ്ങളിലെ സ്വയം പര്യാപ്തത ചൂണ്ടിക്കാണിക്കാൻ അന്ന് മൗദൂദിയും സെയ്ദ് ഖുത്ബൊക്കെ ഉപയോഗിച്ചത്. ഇപ്പോൾ നാം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സാങ്കേതിക പദങ്ങൾ നമ്മുടെ മുസ്ലിം സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അത് നമുക്ക് വേണ്ടത്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇനി തത്വം പറഞ്ഞുകൊണ്ടിരിക്കലല്ല, ഇഖാമത്തുദ്ദീൻ എന്ന പുസ്തകത്തിൽ എഴുതി വെക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, അല്ലെങ്കിൽ തുർക്കിയിൽ, അല്ലെങ്കിൽ തുണീഷ്യയിൽ, അതുപോലുള്ള നാടുകളിൽ ഇസ്ലാമിക സമൂഹങ്ങൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, എഴുതുമ്പോഴും ഇത്തരം സാങ്കേതിക പദങ്ങളിൽ അമിതമായി അഭിരമിക്കാതെ ആ സാങ്കേതിക പദങ്ങളിൽ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ന് റാഷിദ് ഗനൂഷിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഇസ്ലാമിക രാഷ്ട്രീയമാണോ തുനീഷ്യയിൽ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇഖാമത്തുദ്ദീനാണോ ഇസ്ലാമിക രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുക അല്ല എന്നാ പറയുക. അത് കേട്ടവാതി കേൾക്കാത്തവാതി, ഞങ്ങൾ ജനാധിപത്യപരമായ മതനിരപേക്ഷപരമായ എല്ലാ സമൂഹങ്ങൾക്കും നീതി ഉറപ്പുന്ന, നീതിയും ന്യായവും ധർമ്മവും ഉൾക്കൊള്ളുന്ന, അഴിമതിയില്ലാത്ത എല്ലാ വിഭാഗം ജനം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് റാഷിദ് ഗനൂഷി പറയുക. അത് കേട്ടമാരി കേൾക്കാത്തമാരി നമ്മുടെ പല സുഹൃത്തുക്കളും ഇപ്പോൾ സലഫി സുഹൃത്തുക്കൾ പറഞ്ഞാൽ എടുത്ത് പ്രസംഗിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ശരിക്കും ശരിയത്ത് എന്നൊക്കെ ഉൾപ്പെടുന്ന പ്രയോഗങ്ങൾ ഇന്നൊരു ലോക സമൂഹമാണല്ലോ. ഈ അഫ്ഗാനിസ്ഥാനിലെയോ അല്ലെങ്കിൽ താലിബാനൊക്കെ നടപ്പിലാക്കിയ തലവെട്ട് പോലുള്ള, അല്ലെങ്കിൽ ബിംബങ്ങൾ പൊളിക്കുക എന്നൊക്കെ തുടങ്ങുന്നതൊക്കെയാണ് ശരീഅത്ത് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ അത്തരം പദാവലികളെല്ലാം ഉപയോഗിക്കുക. എന്ന് മാത്രമല്ല, അത്തരം പദാവലികളിൽ ഒരു പക്ഷേ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് അവിടെ പ്രയോഗിക്കുന്ന പ്രയോഗം ഇസ്ലാമിക ശരീഅത്താണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ അല്ല. പിന്നെ എന്താണെന്ന് പറയാ, ഞങ്ങൾ നീതിയും ധർമ്മവും സത്യസന്ധതയും എല്ലാ വിഭാഗങ്ങൾക്കും മതനിരപേക്ഷവും എല്ലാ വിഭാഗം ജനാധിപത്യ അവകാശങ്ങളൊക്കെ നൽകുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത് പറഞ്ഞാണ് യഥാർത്ഥ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക ശരീഅത്ത് എന്ന പദത്തെ നമ്മൾ യഥാർത്ഥത്തിൽ അന്ധമായി പൂജിക്കേണ്ടതില്ല. കാരണം ആ പദങ്ങൾ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പദങ്ങളിൽ കിടന്ന് അഭിരമിക്കാതെ ആ പദങ്ങൾ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളിലേക്ക് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുവരിക. അതാണ് ഈ റാഷിദ് ഗനൂഷി എഴുതുന്ന രചനകളിലെ സവിശേഷത. ഇപ്പോൾ തുർക്കിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ റജബ് യുർദുഗാനൊക്കെ ഒരു പക്ഷേ അവരുടെ പ്രസ്ഥാനത്തെ പോലും ഒരു ഡെവലപ്മെന്റ് പാർട്ടി എന്നാണ്, ഇസ്ലാമിസ്റ്റ് പാർട്ടി എന്ന് പോലും പറഞ്ഞിട്ടില്ല. അവരെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ AK പാർട്ടിയുടെ വെബ്സൈറ്റ് നോക്കിയാൽ അതൊരു ഇസ്ലാമിസ്റ്റ് പാർട്ടി അല്ലത്, അതൊരു ഡെവലപ്മെന്റ് പാർട്ടിയാണ്, ഒരു സെക്യുലർ പാർട്ടിയാണ്, ഒരു മതേതര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മതവിരുദ്ധ മതേതര അല്ല, മതങ്ങളെ ഉൾക്കൊള്ളുന്ന, നേരത്തെ ഉണ്ടായിരുന്ന മതവിരുദ്ധ മതേതരത്വത്തിന് വിരുദ്ധമായി മതസഹിത മതേതരത്വം എന്നർത്ഥത്തിലും, ആ മതേതരത്വം എന്ന് പറയുന്നത് യൂറോപ്യൻ സമൂഹത്തെയും എല്ലാ വിഭാഗത്തും ഉൾക്കൊള്ളുന്നതാണെന്നും ആ അർത്ഥത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുന്ന വിശാലമായ ഇസ്ലാമിക മൂല്യങ്ങൾക്കും ഇടം നൽകുന്ന ഒരു രാഷ്ട്രീയമാണ് എന്നർത്ഥത്തിലാണ് അവിടെ റജബ് തയ്യിബ് എർദോഗാൻ നടപ്പിലാക്കുന്നത്. അങ്ങനെ നടപ്പിലാക്കി അഥവാ പേരിലും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാങ്കേതിക
സാങ്കേതിക പദങ്ങളും അമിതമായി ഉപയോഗപ്പെടുത്തി അതിൻ്റെ ചുറ്റും വട്ടം കറങ്ങാതെ ആ സാങ്കേതിക പദങ്ങളിൽ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും ഇസ്ലാമിൻ്റെ നന്മകളും ഇസ്ലാമിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അധ്യാപനങ്ങളും പ്രായോഗികമായി നടപ്പിലാക്കുക എന്നുള്ള. ഇപ്പോൾ തുർക്കി ശരിക്കും പ്രായോഗികമായി നടപ്പിലാക്കി. തുർക്കി ജനതയുടെ പ്രത്യേകത തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്ത, ഇസ്ലാമിനോട് ശത്രുതയുള്ള ഒരു ജനതയാണ് തുർക്കിയിലുള്ളത്. മുസ്ലിങ്ങൾ വരെ, ലോകത്ത് ഇസ്ലാമിനോട് വെറുപ്പുള്ള മുസ്ലിങ്ങൾ ജീവിച്ച നാടാണ് തുർക്കി. ആ തുർക്കിയിൽ റജബ് തയ്യിബ് എർദോഗാനിലൂടെ അപ്ലൈഡ് ഇസ്ലാമ, തിയറിറ്റിക്കൽ ഇസ്ലാം അല്ല, പ്രാക്ടിക്കൽ ഇസ്ലാമിൻ്റെ അധ്യാപന നിയമങ്ങളും അവിടെ തെരുവിലും മുനിസിപ്പാലിറ്റിയിലും നിയമസഭയിലും പാർലമെന്റിലും മീഡിയകളിലും എല്ലാം കുറേശ്ശെ അദ്ദേഹം നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയ ഇസ്ലാം കണ്ടിട്ടാണ് തുർക്കിയിലെ ജനങ്ങൾ ഇസ്ലാമിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അതായത് ഇസ്ലാമിൻ്റെ തത്വങ്ങളും മൂല്യങ്ങളും നടപ്പിലാക്കി, ആ നടപ്പിലാക്കിയ കാഴ്ചപ്പാടുകളെ കണ്ടിട്ടാണ് ഇത് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എന്ന് ജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്നത്, ലോകത്തിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി ലോകത്തിൻ്റെ രോഗിയായി നിന്ന തുർക്കിയെ ലോകത്തെ ഇസ്ലാമിൻ്റെ ആരോഗ്യമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. തുർക്കിയിലെ വ്യവസ്ഥിതി ഏതാ? ഫിലോസഫി ഏതാ? കമ്മ്യൂണിസോ സോഷ്യലിസോ മിക്സഡ് എക്കോണമി ഒന്നുമില്ല, മുതലാളിത്തൊന്നുമല്ല. ഇസ്ലാമിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ തുർക്കിയെ ലോകത്ത് യൂറോപ്പിലെ തന്നെ ഏറ്റവും സൗണ്ടഡ് ആയ ഒരു എക്കോണമിയാക്കി മാറ്റിയെടുക്കാൻ റജബ് തയ്യിബ് എർദോഗാന് സാധിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പ്രത്യക്ഷ പറയാം ഞങ്ങളുടെ രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീനൊന്നും അല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പറയുക ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഷയിലാണ് പറയുക, ഇന്ത്യയുടെ ജനങ്ങളുടെ ഭാഷയിലാണ് പറയുക. അതാണ് ജനാധിപത്യ മൂല്യമുള്ള, മതനിരപേക്ഷതയുള്ള, അഴിമതിയില്ലാത്ത, കള്ളക്കടത്തില്ലാത്ത, തട്ടിപ്പില്ലാത്ത, വർഗീയതയില്ലാത്ത, മനുഷ്യ സ്നേഹമുള്ള, മനുഷ്യനീതിയുമുള്ള, അങ്ങനെ ഫ്രട്ടേണിറ്റിയുള്ള, അല്ലെങ്കിൽ ഇക്വാളിറ്റിയുള്ള, അല്ലെങ്കിൽ ലിബർട്ടിയുള്ള, മനുഷ്യ സ്വാതന്ത്ര്യമുള്ള ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴേക്കും പറഞ്ഞ ഇസ്ലാമിക രാഷ്ട്രീയം ഒഴിവാക്കി ഇഖാമത്തുദ്ദീൻ ഒഴിവാക്കി എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇഖാമത്തുദ്ദീൻ എന്നതിൻ്റെയും അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയ മൂല്യങ്ങളെയാണ് ഈ രണ്ടാമത് പറഞ്ഞത്. ആ മൂല്യങ്ങളേക്ക് പ്രതിനിധീകരിക്കുക, ആ പദാവലികളിൽ കെട്ടിപ്പിണഞ്ഞ് നിൽക്കാതിരിക്കുക. ഈ രീതിയിലാണ് ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക രീതിശാസ്ത്രങ്ങളെ വികസിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ചിന്താ പ്രസ്ഥാനത്തിൻ്റെ ചിന്താധാരകളുടെ സ്വാഭാവിക വികാസമാണ്. ഈ വികാസ രീതി, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ വികാസ രീതി ലോകത്ത് സാക്ഷാ പ്രവാചകന്റെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ഖിലാഫത്തിന്റെ കാലഘട്ടം മുതൽ പിൽക്കാലഘട്ട മദ്ഹബിന്റെയോ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ചരിത്രങ്ങൾ ഇങ്ങനത്തെ സ്വാഭാവികമായ മനുഷ്യനും സമൂഹത്തോട് ഇന്ററാക്ട് ചെയ്യുന്ന ഇത്തരം വികാസ രീതികൾ നമുക്ക് എല്ലായിടത്തും കാണാം. അതാണ് പ്രായോഗികമായ റാഷിദ് ഗനൂഷിയെ പോലുള്ള ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരുപക്ഷെ ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആധുനിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വരെ കാണേണ്ട തത്വം ഈ പറയുന്നതാണ്.